ഹേ ഹലോ ഗൈസ്, ദിസ് ഇസ് ട്രാവൽ വിത്ത് അജു. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഗൈസ് നമ്മൾ പോകാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നായിട്ടുള്ള മേഘമലയിലേക്കാണ്. അതോ നമ്മൾ പോകാൻ പോകുന്നത് കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ക്രൂ അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സിൻ്റെ കൂടെയാണ്. ഗൈസ് നേരം രാവിലെ ഒരു 6 മണി 6:30 നേരമാണ്. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വരാനുണ്ട്. അവരും കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചി കളമശ്ശേരി BPCL പെട്രോൾ പമ്പ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മുടെ ഫ്ലാഗ് ഓഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റൈഡേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഫ്ലാഗ് ഓഫ് ചെയ്ത് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ചെറിയൊരു എന്ത് ചെയ്യുന്നുണ്ട്, റൈഡ് ബ്രീഫിംഗ് ഉണ്ട്. നമ്മുടെ ടീം ലീഡ് ആയിട്ടുള്ള അശ്വനാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റൈഡ് ബ്രീഫിംഗ് കാര്യങ്ങൾ തരുന്നത്. ജസ്റ്റ് ടീമായിട്ട് പോകുമ്പോൾ എങ്ങനെ പോകണം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ നമ്മളവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് ഇന്ന് നമ്മളുടെ കൂടെ ഏകദേശം 40ഓളം ബൈക്കുകളും അതുപോലെ തന്നെ 45ഓളം റൈഡേഴ്സുമാണ് ഉള്ളത്. നമ്മളെല്ലാവരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂരുള്ള ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഇവിടെ എത്തിയ സമയം കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ചില്ലായിരുന്നു, ഭയങ്കര കമ്പനിയായി തുടങ്ങി. എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരുവിധ ആളുകളൊക്കെ നമ്മുടെ മുന്നത്തുള്ള റൈഡിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കണക്ഷൻ ആകാൻ വലിയ സമയവും കാര്യങ്ങളൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി വന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു പൂരി സെറ്റും അതുപോലെ തന്നെ മസാല ദോശയും ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കിനി ഇവിടുന്ന് പോകാനുള്ളത് കോതമംഗലം വഴി നേര്യമംഗലം കയറി അവിടെ നിന്ന് പാമ്പള ഡാം വ്യൂ പോയിന്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. Backpack on the chair, sun on my face. Train window blurred, new town, new pace. Half a map in my hand, coffee in a paper cup. I chase the orange morning till the road lights up. ഗൈസ് ഏകദേശം ഒരു 60 കിലോമീറ്ററോളം നമ്മളിപ്പോൾ റൈഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഹൈഡ്രേഷൻ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് റൈഡ് ചെയ്യാൻ ഇനിയും ഉണ്ട്. അപ്പോൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യും. ഗൈസ് ഈ ഒരു റൂട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകാനുള്ള രസം എന്താണെന്ന് എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്ര അടിപൊളിയായിരുന്നു. കാരണം ഇത്രയും കറക്റ്റായിട്ടുള്ള ലൈനപ്പിൽ പോകുന്ന ഒരു ബൈക്സിൻ്റെ ആ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഭയങ്കരമായിട്ടുള്ള പച്ചപ്പ്, വേറെ മൂഡായിരുന്നു ഗൈസ് ഇതിലൂടെ വണ്ടി ഓടിച്ച് പോകാൻ. ഒന്നും എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. പാമ്പള ഡാമിൻ്റെ അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടെ വളരെ ചുരുക്കം സമയം മാത്രമാണ് നമ്മൾ നിർത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നെടുങ്കണ്ടത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉച്ചയ്ക്ക് നമ്മളെ ലഞ്ച് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് നമ്മളെ റൈഡ് കണ്ടിന്യൂ ചെയ്യണം. One more stop, then I'm gone. I keep moving, singing on. Hold the moment, frame it right. This is the part that feels alive. ഗൈസ് ഏകദേശം നമ്മളെ ലഞ്ച് സ്പോട്ടിൽ എത്താനായിട്ടുണ്ട്. നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ബൈക്സ് എന്ത് ചെയ്യുന്നു, കുറച്ച് പിന്നിലായി പോയിട്ടുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് നമ്മളിവിടെ. ഓരോ ഡീവിയേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും നമ്മളുടെ ഒരു ടീമിലെ ഒരു മെമ്പറായിട്ടുള്ള ഒരു മാർഷൽ എന്ത് ചെയ്യുന്നുണ്ടാകും, അവിടെ ഒരു റൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരാരും വഴി എന്ത് ചെയ്യില്ല, തെറ്റിപ്പോവില്ല. അപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഗൈസ് നമ്മളങ്ങനെ നമ്മളെ ലഞ്ച് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടത്തുള്ള പെപ്പർമിൻ്റ് റെസ്റ്റോറൻറ്റ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ടൈലിൽ നിൽക്കുന്ന ഷാബാങ്കാൻ ബ്രോ ആണത്. ആൾക്ക് ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ഇത് നമ്മളുടെ വാക്കി ടോക്കിയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഞാനൊരു ബിരിയാണി റൈസും അതുപോലെ തന്നെ ഒരു അൽഫാമിൻ്റെ പീസുമാണ് പറഞ്ഞത്. ഞാനും ജിത്തും അതുപോലെ തന്നെ ഷാബാനൊക്കെയും കൂടി ഞങ്ങൾ ഒപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കുറേ ആളുകളുടെ വണ്ടിയിൽ പെട്രോൾ കാര്യങ്ങളൊക്കെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് നോക്കുന്നത്. എൻ്റെ വണ്ടി 50,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് വിജയലാളിതനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അങ്ങനെ തമിഴ്നാട് കയറി. ഇത് കമ്പം ചുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് പിന്നെ കുറച്ച് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല വളവും തിരിവായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ താഴെ എത്തിയ സമയത്ത് വീണ്ടും ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിന് വേണ്ടി വണ്ടി നിർത്തി. കുറേ ദൂരം ഓടിച്ചിട്ടായി വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ഇളനീരും മാങ്ങയൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നു. ഗൈസ് എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ദൂരം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ടീം ലീഡ് അശ്വനാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ
നമ്മൾ കുറച്ച് ടൈം ലേറ്റാണ്, കാരണം ചെക്ക് പോസ്റ്റ് 5 മണിക്ക് ക്ലോസ് ചെയ്യും. Open the map, open the map. Take me far away, far away. New roads call my name. I'm here for the day. ഗൈസ്, അങ്ങനെ നമ്മൾ മേഘമലയ്ക്ക് പോകുന്ന സമയത്ത് ഈ പെട്രോൾ പമ്പിന് മുമ്പ് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മേഘമലയ്ക്ക് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള ലാസ്റ്റ് പെട്രോൾ പമ്പാണിത്. അപ്പോൾ നമ്മൾ പെട്രോൾ കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു ഇവിടെ. കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വിൻഡ് മിൽസൊക്കെ കറങ്ങുന്നതൊക്കെ കാണുന്നുണ്ട്. നല്ല രസമായിരുന്നു ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ റൂട്ടിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം 4 സൈഡിലും ഫുള്ള് മലനിരകളും നല്ല തെങ്ങും തോപ്പുകളും ഭയങ്കര കാറ്റും പിന്നെ 2 സൈഡിലും വിൻഡ് മിൽസും ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു ഇതിലൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, കറക്റ്റ് 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കയറ്റി വിടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 5 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെ ബൈക്കിൻ്റെ നമ്പറും അതുപോലെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഗൈസ് നമ്മൾ മേഘമല എത്താൻ ഏകദേശം 18 ഹെയർ പിൻ ബെൻഡുകൾ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് പോകണം. അപ്പോൾ അടിപൊളിയായിരിക്കും ഈ റൂട്ടിലൂടെ യാത്ര എന്നുള്ളത് ഉറപ്പായി. അസാധ്യമായിട്ടുള്ള വ്യൂ പോയിൻറ്റുകളായിരുന്നു ഈ റൂട്ടിലുണ്ടായിരുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുമിളി ഭാഗത്തു നിന്നൊക്കെ മേഘമലയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം തേനിയിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 55 കിലോമീറ്റർ ദൂരമുണ്ട്. ഗൈസ്, നമുക്ക് കൊച്ചിയിൽ നിന്ന് ഏകദേശം 240 കിലോമീറ്ററിൻ്റെ അടുത്തെങ്ങാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മേഘമലയിലേക്കുണ്ട്. ഗൈസ്, ഏകദേശം നമ്മൾ 1500 അടി ഉയരത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. മേഘമല സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നമ്മളൊരു വ്യൂ പോയിൻ്റ് കണ്ട് അവിടെ നിർത്തി. കാരണം നിർത്താതിരിക്കാൻ കഴിയുന്നില്ലായിരുന്നു, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും വണ്ടി പല സ്ഥലങ്ങളിലായിട്ട് സൈഡാക്കിയതിന് ശേഷം നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ചയാണിത് ഗൈസ്. കിലോമീറ്റർ കണക്കിന് പടർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല പച്ച വിരിച്ച് കിടക്കുന്ന മലനിരകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. എല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നീണ്ടൊരു യാത്രയ്ക്കൊടുവിൽ നമ്മളെ സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മളെ സ്റ്റേയിലെത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളെ സ്റ്റേയുടെ പേര് വരുന്നത് പൊന്മയിൽ ഹോം സ്റ്റേ എന്നുള്ളതാണ്. അങ്ങനെ മേഘമലയിൽ അധികം സ്റ്റേസ് കാര്യങ്ങളൊന്നും ഉള്ളൊരു അറിവ് ഞാൻ ഇതുവരെ അധികമൊന്നും കേട്ടിട്ടില്ല. അവിടെ ഒരു പഞ്ചായത്തിൻ്റെ എങ്ങാണ്ട് ഒരു സ്റ്റേ മാത്രം ഉള്ളതായിട്ടാണ് എനിക്ക് അറിവുള്ളായിരുന്നു. പക്ഷേ ഇതൊരു അടിപൊളി സ്റ്റേ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും ഫ്രഷായി വന്നതിന് ശേഷം നല്ല ചൂട് ചായയും നല്ല പൊക്കവട ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങുമാണ്. ഇവിടെയാണ് നമ്മളെ ഇൻട്രാക്റ്റീവ് സെഷനും അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ നടക്കാൻ പോകുന്നത്. എല്ലാവരും സെറ്റാണ്. ഗൈസ്, രാവിലെ എല്ലാവരും വളരെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഷോർട്ട് റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും റെഡിയായി വന്ന് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കൂടെ നല്ല ഇളം വെയിലും ഉണ്ടായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അത് രാവിലെ ഞങ്ങളൊരു ഷോർട്ട് റൈഡിന് വേണ്ടി പോവാണ്, മഹാരാജമായിട്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ മഹാരാജമേട്ടിലേക്ക് പോവുകയാണ്.
അവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന മലനിരകളും കാടും എല്ലാം കാണാൻ പറ്റുന്ന അടിപൊളി വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യൂ പോയിൻ്റ് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത്ര അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു വിർച്വൽ റിയാലിറ്റി കാണുന്നൊരു ഫീലൊക്കെ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് നടത്തുന്ന റൈഡ് ഒരു ഒന്നൊന്നര അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ എപ്പോഴും കോടമഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പോകുന്നത് വയനാട് അല്ലെങ്കിൽ പിന്നെ മൂന്നാറിലേക്കൊക്കെ ആണെങ്കിൽ അതൊന്നുമല്ല, അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള കാഴ്ചകളും ക്ലൈമറ്റും ഉള്ള സ്ഥലം തന്നെയാണ് മേഘമല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറയുന്നത് കാപ്പിയും അതുപോലെ ഏലം, തേയില അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്. എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ കുറച്ച് ട്രക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും നല്ല കോടയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എവിടെ പോയാലും നമ്മളൊരു ശീലം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണ്. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് ശേഷമാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രക്ക് ചെയ്ത് നടക്കാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 30 രൂപയാണ് വരിക. ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല, കാരണം അവിടെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കയ്യിൽ ക്യാഷ് കരുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ വ്യൂ പോയിൻറ്റിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഗൈസ്, നടന്നു പോകുമ്പോൾ ചുറ്റുഭാഗത്തും ഫുള്ള് കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ലൊരു ക്ലൈമറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് മൂടി നിൽക്കുക തന്നെയായിരുന്നു. പിന്നെ പറഞ്ഞു വരുമ്പോൾ നേരം 6 മണി 6:30 ഒന്നുമല്ല, 8-8:30 സമയമായിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ അത്രയും അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. ഇവിടെ വേറെ ലെവലായിരുന്നു ഞങ്ങൾക്ക്. അത്രയും ഒരു റിഫ്രഷിങ് മെൻറ്റാലിറ്റിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ കുറേ നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുക്കുമണി കാപ്പി, ചുക്കുമണി കാപ്പി. ഗൈസ്, അങ്ങനെ അത്ര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല കോടയൊക്കെ ആസ്വദിച്ച് നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റേയിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മളൊന്ന് ഫ്രഷനപ്പ് ആയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് നാട്ടിലേക്ക്. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, റൂമിലേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെല്ലാവരും റൂമിൽ പോയി ഫ്രഷനപ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയ സമയത്ത് ദോശയും സാമ്പാറും അതുപോലെ ഉപ്പുമാവും ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ടീം ലീഡറിനെ. ഇവിടെ നമ്മൾ വന്ന പോലെ തന്നെ നമുക്കെന്ത് സെയിം ആയിട്ടുള്ള പിന്നെ ഹാൻഡ് സിഗ്നൽസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ റിട്ടേൺ തിരിച്ചു പോകുന്നത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് മേഘമലയോട് നമ്മൾ ഇവിടെ പറയാൻ നേരമായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഏകദേശം 3 വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗ്യാപ്പ് റോഡൊക്കെ കയറി കുറച്ച് കറങ്ങിയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്തായാലും ലേറ്റ് ആവും, പക്ഷേ അടിപൊളിയായിട്ടുള്ളൊരു പോക്ക് തന്നെയായിരിക്കും. കാരണം ഗ്യാപ്പ് റോഡ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്യാപ്പ് റോഡും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും.
അങ്ങനെ നമ്മൾ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ വന്ന സമയത്ത് കണ്ടിരുന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വിൻഡ് മിൽസ് എല്ലാം കറങ്ങുന്നത് വീണ്ടും കാണാൻ പറ്റി. അങ്ങനെ പോകുന്ന വഴിക്ക് ഗൈസ് പെട്ടെന്ന് റോഡിലൂടെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായി. നോക്കുന്ന സമയത്ത് 100-200 അല്ല അതിൽ കൂടുതൽ കന്നുകാലികൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടു ഒരു കാടിനുള്ളിൽ നിന്ന്. നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഒരു എന്താ പറയുകയെന്നറിയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് കൊടും കാറ്റ്, അതിൻ്റെ കൂടെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, പക്ഷേ ഫുഡ് നമുക്ക് കംഫർട്ടായില്ല. അത്യാവശ്യം നല്ല ബോറായിരുന്നു ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. അതിന് ചെറിയൊരു വർത്താനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരുടെ നല്ലൊരു ഡാൻസും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അടിപൊളി ക്ലൗഡ് ബെഡും കണ്ട് ഒരു ചായ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സിൻ്റെ ഭാഗമാകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID പറഞ്ഞുതരാം. അഡ്രിനാലിൻ അഡ്വഞ്ചേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ID യിലേക്ക് ഒന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് ബൈ.